നിങ്ങൾക്കറിയോ ദുബായിൽ വിസിറ്റ് വിസയിൽ ജോബ് തേടാൻ പോയിട്ട് ഒരുപാട് പേരാണ് പറ്റിക്കപ്പെടുന്നത്. അവർക്ക് നഷ്ടപ്പെടുന്നത് 300, 500 ചിലപ്പോൾ 1000 ദിർഹം വരെയൊക്കെയാണ്. നമുക്ക് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 10,000 രൂപ മുതൽ 20,000 രൂപ വരെയൊക്കെ ഒരു കാൻഡിഡേറ്റിന് നഷ്ടപ്പെടും. നമ്മളിവിടെ ചിലപ്പോൾ വിസയും ടിക്കറ്റൊക്കെ കടം വാങ്ങിയിട്ടൊക്കെ പോയി അവിടെ താമസിക്കാൻ അടുത്ത മാസം റെൻറ്റ് കൊടുക്കാനൊക്കെ വേണ്ടി വെച്ചിരിക്കുന്ന ക്യാഷ് ആയിരിക്കും ഇതേപോലെ സ്കാമിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ ഈ സ്കാംസ് ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെ ഇതിൽ പോയി പെടാതിരിക്കാം, എങ്ങനെ നമുക്ക് സേഫ് ആയിട്ട് നല്ല ജോബ്സ് ഫൈൻഡ് ചെയ്യാം എന്നുള്ളതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ഫായിസ്. ഞാൻ ഈയിടെയായി ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു ജോബെല്ലാം നോക്കാൻ വേണ്ടിയിട്ട്, അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെയുള്ള ജോബ് സ്കാംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സർവ്വസാധാരണമാണ്. ഒരുപാട് പേർക്ക് പൈസ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്കും അതുപോലെ മെയിൽസ് വന്നു. കാരണം പക്ഷേ എനിക്ക് പറഞ്ഞു തരാൻ ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു, ഞാൻ പോയി പെട്ടില്ല. പക്ഷേ നമ്മുടെ പരിചയമുള്ള ആൾക്കാർ തന്നെ ഇതിൽ പോയി കാശ് കളഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. പിന്നെ ഒരുപാട് പേരിന് അങ്ങനെ പോയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇനി പോകാൻ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഈഗറായിട്ട് ജോബ്സ് ഫൈൻഡ് ചെയ്യാനും അപ്ലൈ ചെയ്യാനൊക്കെ നിൽക്കും. പക്ഷേ ഈ സമയത്ത് സ്കാമേഴ്സ് ഈ മിമിക് ചെയ്യുന്ന നമ്മുടെ ഒറിജിനൽ കമ്പനീസ് പോലെ അവർ ഒരു കമ്പനീൻ്റെ പേരുണ്ടാക്കി, വെബ്സൈറ്റ് ഉണ്ടാക്കി, ഇതേപോലെ ജോബ് ബോർഡ്സ് ഉണ്ടാവില്ലേ, ലിങ്ക്ഡിൻ, ഇൻഡീഡ്, ഗൾഫ് നോക്കറിയിലൊക്കെ അവരിങ്ങനെ ജോബ് പോസ്റ്റ് ചെയ്യും. നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന ജോബാണ്, അപ്ലൈ ചെയ്യാം. നമ്മൾ അപ്ലൈ ചെയ്യുന്നു, നമ്മൾ റെസ്യൂമേ അയക്കുന്നു, കോൺടാക്റ്റ് അയക്കുന്നു. അങ്ങനെ അവരുടെ കയ്യിൽ ഈസി ആയിട്ട് നമ്മുടെ റെസ്യൂമേയും കോൺടാക്ട്സും എത്തിപ്പെടുകയാണ്. അവരുടെ കയ്യിൽ നമ്മുടെ ഇമെയിലും നമ്പറും കിട്ടിയാൽ തന്നെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെ മാക്സിമം പൈസ ഊറ്റിയെടുക്കുക എന്നുള്ള പ്ലാനായിരിക്കും നോക്കുന്നത്. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ ഇതുപോലുള്ള ചതിക്കുഴികളിൽ പോയി പെടാതിരിക്കുക എന്നുള്ളത്. ദുബായിൽ വിസയിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് ജോലി ആവണം. കാരണം അവർക്ക് 2 മാസമാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യാതൊക്കെ എങ്ങനെ എത്ര പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിൽ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഓരോ ജോബും നമ്മൾ അധികം റിസർച്ച് ചെയ്യാനോ കാര്യങ്ങൾ അന്വേഷിക്കാനോ നോക്കാതെ കിടന്ന് അപ്ലൈ ചെയ്യാണ്. അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഒറിജിനൽ കമ്പനീസിൽ നിന്നൊന്നും പെട്ടെന്ന് നമ്മൾ ഇൻ്റർവ്യൂ കോൾ ചെയ്യുകയൊന്നുമില്ല. ആ സമയത്തായിരിക്കും ഇവരുടെ ഒരു മെയിൽ നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. ഓക്കെ, ഡിയർ കാൻഡിഡേറ്റ്, നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് ഒരു ഇൻ്റർവ്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വരണം ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയും. ചിലപ്പോൾ പ്രൊഫഷണലായിട്ട് ഡ്രസ്സ് ചെയ്യണം, അങ്ങനെ പല കോമാളിത്തരങ്ങളും അവർ അതിൽ തന്നെ എഴുതി കൂട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ നമുക്കുള്ള ഒരു ലൂപ്പ് ഹോൾസ് ആണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പി ആവുകയാണ്. കുറേ എണ്ണം അപ്ലൈ ചെയ്തിട്ടും ഇൻ്റർവ്യൂ കോൾസ് ഒന്നും കിട്ടില്ല, ആകെ കിട്ടിയത് ഇതാണ്. അപ്പോൾ അതിൽ പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വളരെ ദൂരെ ആയിരിക്കും. നമ്മൾ മെട്രോയിലോ ക്യാബിലൊക്കെ നമ്മൾ ഇവരുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി നമ്മൾ മെനക്കെട്ട് പോകും. ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ ഒരുപാട് പേര് നമ്മളെ പോലെ വന്നിരിക്കുന്നുണ്ടാവും. ഭാഗ്യവശാൽ ഇതിന് മുമ്പ് പോയി ഇറങ്ങി വരുന്നവൻ പറയും, എടാ അവിടെ ഫേക്കാണ്, പൈസ മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ല, നമ്മളാണ് ആദ്യം പോയി പെടുന്നതെങ്കിൽ അവർ ആദ്യം ഒരു ബേസിക് ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, സോഫ്റ്റ്വെയർ ഡെവലപ്പർ ജോബിനൊക്കെയാണ് പോയിട്ടുണ്ടെങ്കിൽ അവർ വാട്ട് ഈസ് ജാവ എന്നൊക്കെ ആയിരിക്കും അവരുടെ ക്വസ്റ്റ്യൻസ്. കാരണം അവർ സ്കാമേഴ്സാണ്, അവർ ഇതിന് വലിയ പ്രിപ്പയർഡ് ഒന്നും ആയിട്ടുണ്ടാവില്ല. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് നമ്മളെ അപ്പോഴൊക്കെ നമ്മളിത് ഐഡൻറ്റിഫൈ തുടങ്ങണം. ഇൻ്റർവ്യൂസ് പാറ്റേൺ എല്ലാം കാണുമ്പോൾ ഒരു ചെറിയൊരു 5 മിനിറ്റ് ഇൻ്റർവ്യൂ തന്നെ അവർ പറയും, ഓക്കെ, നിങ്ങളുടെ പ്രൊഫൈൽ ഞങ്ങൾ ഇംപ്രസ്ഡ് ആയി, ഞങ്ങൾ സെലക്ട് ചെയ്യാൻ പോവാണ്. സെലക്ട് ചെയ്ത് ഒരു ഫുള്ള് വാഗ്ദാനങ്ങളായിരിക്കും. ഭയങ്കര സാലറി, നമുക്ക് ഇത്ര 2 മാസം ലീവ്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം പറഞ്ഞ് നമ്മളെ സെറ്റ് ചെയ്ത് നമ്മൾ ഹൈ എൻഡിൽ എത്തിക്കും. എന്നിട്ട് അവരൊരു ഹുക്ക് അങ്ങ് ഇടും. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു 500 ദിർഹം വേണം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഉടനെ നിങ്ങൾക്ക് അടുത്ത മാസം സാലറീൻ്റെ കൂടെ തന്നെ തരും. അല്ലെങ്കിൽ ഇത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പൈസ വേണം, അല്ലെങ്കിൽ വിസ ചാർജ്, അങ്ങനെ പല രീതിയിൽ അവർ എന്താണ് നമ്മളവിടെ പോയിട്ട് നമ്മളെ അവർ ജഡ്ജ് ചെയ്യും, ഇവനെ എങ്ങനെ പറ്റിക്കുക എന്നുള്ളത്. എന്തായാലും അവർ അവിടെ വെച്ചിട്ട് തന്നെ പൈസ ചോദിക്കുകയാണ് അവരുടെ മെയിൻ ലക്ഷ്യം. അപ്പോൾ അവരൊരു സാധനം ഇട്ടിട്ട് പൈസ മേടിക്കും. ഇനി തന്നാൽ മതി, നാളെ നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരണം, അല്ലെങ്കിൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് തുടങ്ങും, നിങ്ങൾക്ക് എപ്പോൾ തുടങ്ങാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൈസ നമ്മളിന്ന് മേടിച്ച് വയ്ക്കും. ഇതാണ് അവരുടെ ലക്ഷ്യം. അതോടെ അവർ ചെയ്യും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ വൺസ് പൈസ വാങ്ങിക്കുന്നത്, നമ്മൾ പിന്നെ അവർ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ അവർ അവിടെ ഉണ്ടാവില്ല. അവർ വാടകയ്ക്ക് എടുത്ത സ്ഥലമൊക്കെ ആയിരിക്കും. നമ്മളവിടെ പിന്നീട് നോക്കുമ്പോൾ അവരവിടെ ഉണ്ടാവില്ല. അവിടെ ഉണ്ടെങ്കിൽ തന്നെ അവർ നമ്മളായിട്ട് വലിപ്പിക്കുമ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്കിത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ചില ആൾക്കാർ ഡ്രോപ്പ് ചെയ്ത് നടക്കില്ലാണ്ട് വേറെ പോകും. ഇതന്നെ വേണമെന്നുള്ള ആൾക്കാർ പിന്നാലെ പോയി ഒരു 2 മാസം 1 മാസമൊക്കെ നമ്മൾ അവൻ്റെ പിന്നാലെ പോയപ്പോൾ അവർ നമ്മൾ ചിലപ്പോൾ ത്രെട്ടൺ ചെയ്യും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ
നമ്മൾ പേടിപ്പിക്കും. അതുമില്ലെങ്കിൽ അവസാനം അവർ നമ്മുടെ അടുത്ത് പറയും, ഇപ്പോൾ ദുബായിലുള്ള ആളുടെ അടുത്ത് പറയും നിങ്ങൾക്ക് അബുദാബിയിൽ ഏതെങ്കിലും ഒരു മൂലയിലാണ് ട്രെയിനിങ്. പിന്നെ അവരുടെ വാഗ്ദാനങ്ങളൊക്കെ മാറി. ട്രെയിനിങ് സമയത്ത് ആദ്യം നിങ്ങൾക്ക് 1000 ദിർഹം സാലറി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ കാൻഡിഡേറ്റ് സ്വയം അതിന്ന് പിന്നെ, കാരണം നമുക്ക് അവിടെ പോയിട്ട് പിന്നാലെ ഈ കോടതിയും കേസായിട്ട് നടക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് അറിയില്ല, നമുക്ക് അത്രയും എത്ര എക്സ്പെൻസ് ആവുമെന്ന് അറിയാത്തതുകൊണ്ട് ആൾക്കാർ അധികം നിൽക്കില്ല. മിക്ക ആൾക്കാർ പോയത് പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുപോകും. അപ്പോൾ ഈ ഒരു വിട്ടുപോക്ക് ചിലപ്പോൾ അവിടെ നമ്മൾ അടുത്ത മാസം റെൻറ്റിനൊക്കെ നമ്മൾ കൊടുക്കാം, ഹോസ്റ്റൽ റെൻറ്റോ അല്ലെങ്കിൽ ബെഡ് സ്പേസ് റെൻറ്റ് കൊടുക്കാൻ വേണ്ടിയൊക്കെ വെച്ചിട്ട് പൈസ ആയിരിക്കും നമ്മളിന്ന് ഇങ്ങനെ നഷ്ടപ്പെട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാമെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്. നിങ്ങളിപ്പോൾ അഥവാ ഇൻ്റർവ്യൂവിന് പോയാലും അവർ പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ നമ്മൾ പൈസ കൊടുക്കരുത്. കാരണം ഒരു ജോലിക്കും ആ ഒരു കമ്പനീസും പൈസ മേടിക്കില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഇമെയിൽ വരുവാണെങ്കിൽ നമ്മൾ ആ കമ്പനി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഒറിജിനൽ കമ്പനി ഉണ്ടാവും, ഓക്കെ. പക്ഷേ എന്നിട്ട് അതിൻ്റെ കൂടെ അവർ വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമുക്ക് തരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ മെറ്റ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട് നമുക്കറിയാം. അപ്പം നമുക്ക് വരുന്ന മെയിലിൽ ഞാൻ സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയാം, മെറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇത്. അപ്പോൾ നമ്മളധികം പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ ഒറിജിനലാണെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഒരു അറിയുന്ന കമ്പനീൻ്റെ കൂടെ എന്തെങ്കിലും ചെറിയ ഫേക്ക് വേർഡൊക്കെ ചേർത്തിട്ടായിരിക്കും അവർ മെയിൽ അയക്കുക. പിന്നെ മെയിൽ നമ്മൾ കൃത്യമായിട്ട് റീഡ് ചെയ്യുക. ഈ മെയിലിൽ സാധാരണ നമ്മളൊരു കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇൻ്റർവ്യൂ കോൾ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ എൻ്റെ പേര് ഫായിസ് ആണെങ്കിൽ ഡിയർ ഫായിസ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പേര് അതിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സ്കാമേഴ്സ് നോർമലി ചെയ്യുന്നത് വെച്ചാൽ ഡിയർ കാൻഡിഡേറ്റ് പറഞ്ഞിട്ട് അവർക്കൊരു ടെംപ്ലേറ്റ് ഉണ്ടാവും, അത് എല്ലാവർക്കും അയച്ചു കൊടുക്കുകയാണ് അവർ ചെയ്യുക. അപ്പോൾ അവർക്ക് അതിനൊന്നും മിക്കവാറും അവർ മെനക്കെടാൻ നിൽക്കില്ല. വളരെ റയറായിട്ടാണ് നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യും. പക്ഷേ ഒരു ലെജിറ്റിമേറ്റ് കമ്പനി തീർച്ചയായും നിങ്ങളുടെ പേരും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യും. പിന്നെ സ്വാഭാവികമായിട്ടും നോർമൽ കമ്പനീസ് അവരുടെ HR-ൻ്റെ പേരും കോൺടാക്റ്റും ഡീറ്റെയിൽസ് വയ്ക്കും. ഇവർ ജസ്റ്റ് ഒരു ഫേക്ക് നെയിമും ഒരു ഡെസിഗ്നേഷനും ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ നോർമലി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ HR-ഒക്കെ ലിങ്ക്ഡിനിൽ പ്രൊഫൈലിൽ ആക്റ്റീവ് ആണോ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ, പേജ് ഉണ്ടോ, ആ പേജിൽ പോയിട്ട് അങ്ങനെ ആളുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. അതൊരു കാര്യം. പിന്നെ അടുത്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റർവ്യൂ ലൊക്കേഷൻ നോർമലി നല്ല കമ്പനീസ് തരുന്ന നമുക്കൊരു അവരുടെ ഓഫീസ് നെയിമിന് സംബന്ധിച്ചിടത്തുള്ള ആ ഒരു ഓഫീസ് ഇന്ന ബിൽഡിംഗ് വന്നിട്ട് ജസ്റ്റ് അഡ്രസ്സ് മാത്രമാണ് തരിക. പക്ഷേ ഇവരെങ്ങനെ തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു അങ്ങോട്ട് വഴി പറഞ്ഞു കൊടുക്കണ പോലെ പറഞ്ഞു തരാം. അപ്പോൾ ഇന്ന മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി വലത്തോട്ട് തിരിഞ്ഞ് 400 മീറ്റർ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ബിൽഡിംഗ് വരും. ആ ബിൽഡിങ്ങിൽ 3-ാം നില. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു അഡ്രസ്സ് പെർട്ടിക്കുലറായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം. പിന്നെ അവർ പറയും പ്രൊഫഷണലായിട്ട് ഡ്രസ്സ് ചെയ്യാം. നോർമൽ ഒരു കമ്പനി പ്രൊസീജിയറിൽ അവരങ്ങനെയൊന്നും പറയില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവർ വെറുതെ നമ്മളെ കാണിക്കാൻ വേണ്ടി ഈ ഇത്തരം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഇമെയിലെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്താണിത് സ്കാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഒന്നും കൂടെ ഈ ലാസ്റ്റ് പറഞ്ഞ പാർട്ട് ഒന്നും കൂടി കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഓരോ അടുത്ത ഇൻ്റർവ്യൂ മെയിൽ വരുമ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം ഇതിലെന്താ കുഴപ്പം എന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് 1-2 ആളുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുക. നിങ്ങളവിടെ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ആൾക്കാരോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇത് ഈ മെയിൽ കണ്ടിട്ട് എന്താ തോന്നുന്നത് എന്നുള്ള ഒരു അഭിപ്രായം തേടുക. ഞാനിങ്ങനെ പറയാമെന്ന് വെച്ചാൽ, ഞാനവിടെ പോകുമ്പോൾ എൻ്റെ കസിന് ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവൻ പോയി ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ അവനൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. അവന് ഹാപ്പി ആയിട്ട് അവൻ പോയി നോക്കുമ്പോഴാണ് അവർ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് നിങ്ങളെ അടുത്ത ആഴ്ച തന്നെ സെലക്ട് ചെയ്യാം, നിങ്ങളിപ്പോൾ 500 ദിർഹം ഇവിടെ അടച്ചാൽ മതി. പക്ഷെ അവന് ഓൾറെഡി ഇത് മനസ്സിലായത് കാരണം നമ്മൾ പറഞ്ഞോട് അവൻ അപ്പം തന്നെ ഓക്കെ ഞാനത് ഇപ്പോൾ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് സ്കൂട്ടി. നിങ്ങൾ അവിടെ നിന്ന് കച്ചറ ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ അവരെ പിടിപ്പിക്കാൻ നിൽക്കണമെന്ന് ഞാൻ പറയില്ല. ഒക്കെ ഡിപ്പെൻഡ്സ് ഓൺ യുവർ പവർ. നമുക്ക് എത്രത്തോളം എന്താ പറയുക അവിടെ ആക്സസ് ഉണ്ട് കാര്യങ്ങളനുസരിച്ച് നിങ്ങൾ മാക്സിമം അതൊന്ന് ഒഴിഞ്ഞു വരിക. നിങ്ങളടുത്ത് ഇപ്പോൾ പൈസ ഇല്ലാന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് ഒഴിഞ്ഞു വരിക. അതാണ് അവൻ ചെയ്തത്. അതൊരു നല്ല വേ ആണ്. നമ്മളതിൽ കൂടുതൽ നിൽക്കണ്ട. എന്നിട്ട് ഒരു ലൊക്കേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിവ്യൂ ഇടാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക. ഇന്ന ലൊക്കേഷനിൽ സ്കാംസ് നടക്കുന്നത് ആകുമ്പോൾ നാളെ ഒരാൾ അങ്ങോട്ട് ഗൂഗിൾ മാപ്പിൽ വരുമ്പോൾ അങ്ങനെ ഉണ്ടാവും. കാരണം എനിക്കൊരു മെയിൽ വന്നിട്ടോ ആ ഒരു ലൊക്കേഷൻ തന്നെ ഞാൻ ജസ്റ്റ് മാപ്പിൽ അടിച്ചെടുത്തപ്പോൾ അവർ ഡ്രോപ്പ് പിന്നിൽ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട്, സ്കാമേഴ്സ് ആ ഹിയർ എന്ന് പറഞ്ഞിട്ട് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അപ്പം തന്നെ അത് ക്ലിയർ ആണ്, ഓക്കെ ഇവിടെ സ്കാം നടക്കുന്ന സ്ഥലമാണ്, അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ ഒരു കാര്യം മറക്കണ്ട, നമ്മൾ ലെജിറ്റിമേറ്റ് നല്ല ഒറിജിനൽ ജോബ്സ് ഒരിക്കലും നമ്മുടെ നിന്ന് പൈസ ചോദിക്കില്ല. അവർക്ക് നല്ല കാൻഡിഡേറ്റ്സിനാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരുണ്ടെങ്കിൽ അത് സ്കാമാണ്, 100% സ്കാമാണ്. അതിൽ പോയി വീഴാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ദുബായിൽ ആരൊക്കെ അങ്ങനെ വിസിറ്റ് വിസയിലേക്ക് ജോബ് തപ്പുന്ന ആൾക്കാർക്ക് ഇതും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ആർക്കും അങ്ങനെ
ആരും ഫേക്ക് ജോബിൽ പോയി പെടാതിരിക്കാൻ പെടരുതെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ ദെൻ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.